ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള വൈറ്റ് ഫോറസ്റ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അതേപോലെ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. അപ്പോൾ നമുക്ക് നോക്കാം ഈ വൈറ്റ് ഫോറസ്റ്റ് പുഡിങ് എങ്ങനെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ഒരു പാനിലേക്ക് 300 ml പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. 3 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് പാലൊന്ന് തിളച്ച് കഴിയുമ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്ന് നന്നായി കുറുക്കിയെടുക്കാം. ചെറുതായി ഒന്ന് കുറുകി വരുന്ന നേരത്ത് നമുക്കിതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ നിറയെ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് പിന്നെ വേറെ ഞാൻ പഞ്ചസാര ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇത് തന്നെ ഒരു മീഡിയം മധുരം ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് നല്ല മധുരത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് വീണ്ടും നന്നായി ഒന്ന് കുറുക്കിയെടുക്കാം. ഈ ഒരു രീതിയിൽ കുറുകി വരുമ്പോൾ ഇനി ഇതിലേക്ക് 2-3 തുള്ളി മാത്രം വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാനില എസൻസ് ഇല്ലെങ്കിൽ ഏലക്കാപ്പൊടി ആയാലും ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. അതിനുശേഷം ഒന്നും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു പരുവത്തിലാവുന്നത് വരെ നന്നായി ഒന്ന് കുറുക്കിയെടുക്കണം. അതിനുശേഷം ഇത് നല്ല ചൂടോട് കൂടി തന്നെ ബട്ടർ അല്ലെങ്കിൽ നെയ്യ് പുരട്ടി വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞ് ഇത് ഫ്രീസറിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്രീസറിൽ വെക്കുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നന്നായി സെറ്റായിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലാണ് വെക്കുന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂറൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അരമണിക്കൂർ കഴിഞ്ഞ് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. പുറത്തേക്ക് എടുത്ത് വെച്ച് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു കത്തിയെങ്ങാനും വെച്ചിട്ട് സൈഡ് ഒന്ന് ഇളക്കി എടുക്കാം. അതിനുശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ ബൗളിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്പൂൺ വെച്ച് പ്രസ് ചെയ്തെടുത്തപ്പോൾ ആ സ്പൂണിൻ്റെ ഷേപ്പൊന്നും അതിലേക്ക് പെട്ടെന്ന് വന്നു. അത് കുഴപ്പമില്ല, നമുക്ക് ഈ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ബൗളിൽ നിന്ന് പെട്ടെന്ന് പോകുന്ന കിട്ടും. ഞാൻ പെട്ടെന്ന് പോരാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ടൊന്നാക്കിയതാണ്. ഇനി ഇതിൻ്റെ മേലെ ഞാൻ ചെറി വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ റെഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നപ്പോഴാണ് ഞാനിതിനെ വൈറ്റ് ഫോറസ്റ്റ് പുഡിംഗ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് നല്ല തണുപ്പോട് കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണ്. അതേപോലെ ഉണ്ടാക്കാൻ വളരെ സിമ്പിളായിട്ടുള്ളൊരു പുഡിംഗ് ആണല്ലോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസ് ആയിട്ട് അറിയിക്കുക. ഒപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.